ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് തിരിച്ചടിയായെന്നതിൽ യാതൊരു സംശയവും വേണ്ട. വോട്ട് ചോരിയും വോട്ടർ അധികാര യാത്രയുമൊക്കെയായി ബീഹാറിൽ എൻഡിഎക്ക് മുമ്പേ കളന്നിറങ്ങിയത് കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രചാരണങ്ങളൊന്നും ബീഹാർ ജനത ഏറ്റെടുത്തിട്ടില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തവണ 70 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 19 സീറ്റുകളിൽ വിജയിച്ചിരുന്നു. ഇത്തവണ 61 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. എന്നാൽ വോട്ടെണ്ണൽ 5-ാം മണിക്കൂറിലേക്ക് കടന്നപ്പോഴും 2 അക്കം തികയ്ക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. ഇത്തവണ കോൺഗ്രസ് സംസ്ഥാനത്തെ പ്രമുഖരെയെല്ലാം സ്ഥാനാർത്ഥികളാക്കിയിരുന്നു. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം കുടുംബ സംവരണ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. മുതിർന്ന നേതാവ് ഷക്കീൽ അഹമ്മദ് ഖാൻ കദ്വയിലും ശശ്രാവത് കേദാർ പാണ്ഡെ നർക്യാഡ്ഗഞ്ചിലും കമറുൾ ഹോഡെ കിഷൻഗഞ്ചിലും ജനവിധി തേടിയിരുന്നു. എന്നാൽ ഇതൊന്നും വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസിനെ വല്ലാതെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. ഒരു കാലത്ത് സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണെന്ന് ബോധ്യമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സാഹചര്യം അതല്ല. പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക പാർട്ടികളാണ് സംഘപരിവാറുമായി നേരിട്ട് ഏറ്റുമുട്ടൽ നടത്തുന്നത്. കേരളം എടുത്തു നോക്കിയാൽ തന്നെ CPM ആണ് BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന പാർട്ടി. ഇടതു ഭരണകാലത്താണ് സംഘപരിവാർ സംഘടനകളുടെ വളർച്ച ഉണ്ടാകാതെ പോകുന്നത്. CPMനെയും അതിന്റെ രാഷ്ട്രീയ നേതാക്കളെയും BJPക്ക് എന്നും ഭയമാണ്. ലോകത്ത് തന്നെ ന്യൂനപക്ഷം ഏറ്റവും സുരക്ഷിതർ കേരളത്തിലാണ്. ഒരു രാജ്യം യഥാർത്ഥത്തിൽ സ്വതന്ത്രമാണോ എന്ന് വിലയിരുത്തപ്പെടേണ്ടത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണോ എന്ന് അവരുടെ സംരക്ഷണത്തിന് ഭരണകൂടം എന്തൊക്കെ ചെയ്യുന്നു എന്ന് പരിശോധിച്ചാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവുക ആശങ്കാപരമായ കാര്യങ്ങൾ നടക്കുന്നു എന്നാണ്. സാംസ്കാരികവും ഭാഷാപരവും മതപരവുമായ വൈവിധ്യത്തിൽ നിന്ന് പേരുകേട്ട ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ നടക്കുന്നു. മറ്റ് രാജ്യങ്ങൾ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വലിയ ശ്രമം നടക്കുമ്പോൾ ഇന്ത്യയിൽ ന്യൂനപക്ഷം ആശങ്കയിലാണ്. ന്യൂനപക്ഷത്തെ സംബന്ധിച്ച് അവകാശം സംരക്ഷിക്കുക എന്നത് ഔദാര്യമല്ലെന്ന തിരിച്ചറിവുള്ള സർക്കാരാണ് കേരളത്തിലേത്. കർണാടകയിലും തെലങ്കാനയിലും സർക്കാരുകൾ പോലും കാണിക്കാത്ത ധൈര്യമൊക്കെ BJPക്കെതിരെ ഇവിടുത്തെ പിണറായി സർക്കാർ പലയാവർത്തി കാണിച്ചിട്ടുണ്ട്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും BJP അവരുടെ വേരുകൾ ആഴത്തിൽ ഉണ്ടാക്കിയപ്പോഴും കേരളത്തിൽ മാത്രം ഇതുവരെയും അത് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഇന്ന് വരെയും അത് സാധിച്ചിട്ടില്ല എന്ന ചോദ്യം എത്തി നിൽക്കുന്നത് CPMന്റെ സംഘപരിവാർ വിരുദ്ധ ചേരികളുടെ കരുത്തിലേക്ക് തന്നെയാണ്. BJPയോട് ഒരു കാലത്തും സന്ധി ചെയ്യാത്ത രാഷ്ട്രീയമാണ് CPMന്റേത്. അതിനുവേണ്ടി അനേകായിരം രക്തസാക്ഷികളുടെ ജീവനും ജീവിതവും പോലും ത്യജിക്കേണ്ടതായും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രതിസന്ധിയിലും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം തന്നെയാണ് CPMന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം. സാധാരണ നിലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ ജനത എപ്പോഴും UDFനൊപ്പമാണ് നിൽക്കാറുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസിനൊപ്പമാണ് നിൽക്കാറുള്ളത്. ദേശീയ തലത്തിൽ BJPയെ തറപറ്റിക്കാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഉദ്ദേശം കൊണ്ടായിരുന്നു അങ്ങനെയൊക്കെ നിലകൊണ്ടത്. പഴയ ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും ഒക്കെയുള്ള കരുത്ത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഉണ്ടെന്ന് കേരളത്തിലെ ജനത വിശ്വസിച്ചു. വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കാൻ വന്നപ്പോൾ വലിയ പിന്തുണ ലഭിച്ചതും അതുകൊണ്ടാണ്. ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിലായിരുന്നല്ലോ രണ്ടുപേരെയും വയനാട്ടിലെ ജനത വിജയിപ്പിച്ചത്. രണ്ടുപേരുടെയും സ്ഥാനാർത്ഥിത്വം തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ പോലും കോൺഗ്രസിന് വലിയ കരുത്താവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ ജനതയും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തെ നേരിടാനുള്ള കരുത്ത് കോൺഗ്രസിനില്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. സാധാരണ നിലയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കോൺഗ്രസിനെ വല്ലാതെ സഹായിക്കാറുണ്ട്. എന്നാൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലടക്കം ഈ നിലയിൽ പോയാൽ ന്യൂനപക്ഷങ്ങൾ BJP വരാതിരിക്കാൻ വോട്ട് ചെയ്യുക CPMനും ഇടത് സ്ഥാനാർത്ഥികൾക്കുമായിരിക്കും.